ഇതിപ്പോൾ KCBയുടെ മീറ്ററിംഗ് പാനൽ വരുന്നു. മീറ്ററിംഗ് പാനൽ കഴിഞ്ഞാൽ നേരെ താഴത്തേക്ക് എത്ര ആമ്പിയറാണ് പറഞ്ഞത്? 125 ആമ്പിയറിൻ്റെ കാറ്ററിഡ്ജുള്ള ഫ്യൂസ് ഉണ്ട്. അത് കഴിഞ്ഞ് നേരെ സപ്ലൈ ഇങ്ങോട്ട് വരുന്നു. സപ്ലൈ നേരെ അതിൽ കയറുന്നു. നമുക്കിവിടെ 125 ആമ്പിയറിൻ്റെ ഫ്യൂസ് ഇട്ടിട്ടുള്ള 125ൻ്റെ FN ഉണ്ട്. FN കഴിഞ്ഞ് നേരെ മേലേക്ക് ബസ് ബാറിലേക്കാണ് കയറുന്നത്. ബസ് ബാറിൽ നമ്മൾ സോളാറിന് വെക്കാനുള്ളൊരു സംവിധാനമുണ്ട്. സോളാർ മീറ്റർ വന്നു കഴിഞ്ഞാൽ അത് നേരെ ബസ് ബാറിലേക്ക് കണക്ട് ചെയ്യാം. അതിനിവിടെ 100 ആമ്പിയറിൻ്റെ ഒരു FN ഇവിടെ വെച്ചിട്ടുണ്ട്. 100 ആമ്പിയർ FN ഉണ്ട്. അതേമാതിരി ബസ് ബാറിന് നേരെ നമുക്ക് സർജ് കൊടുത്തിട്ടുണ്ട്. സർജ് സപ്രസർ ഉണ്ട്. അത് എർത്ത് ചെയ്തിട്ടുണ്ട്. സർജ് സപ്രസർ എർത്ത് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നേരെ അതൊന്ന് ബസ് ബാറിൽ തന്നെ നമുക്കൊരു 125 അല്ലേ പറഞ്ഞ് 250ൻ്റെ MCCB 250ൻ്റെ MCCB വെച്ചിട്ടുണ്ട്. MCCB കഴിഞ്ഞിട്ട് പിന്നെ നേരെ കേബിൾ താഴേക്ക് പോയിട്ട് ചേമ്പറും ഇങ്ങനെ വന്നിട്ട് നേരെ നമ്മൾ കേബിൾ കൊടുത്തിട്ട് ഇവിടെ കയറും. ഒന്ന് ബാക്കിൽ ഇതിൽ കയറുന്നു. ആ കയറുന്ന നേരെ വന്നിട്ട് നമ്മൾ ചേഞ്ച് ഓവറിൽ വരുന്നുണ്ട്. COSൽ കയറുന്നുണ്ട്. 125 ആമ്പിയർ ചേഞ്ച് ഓവർ. ചേഞ്ച് ഓവറിന് മേലെ ഈ സൈഡിൽ വേണമെങ്കിൽ നമുക്കിതാ ഇത് കൊടുക്കാം. ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഒരു മിനിറ്റ്. അപ്പോൾ 125ൻ്റെ ചേഞ്ച് ഓവർ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ചേഞ്ച് ഓവറിന് നേരെ ബസ് ബാർ വെച്ചിട്ട് ബസ് ബാറുണ്ട്. ബസ് ബാർ വെച്ചിട്ട് 63ൻ്റെ 3 MCCB 2 ഒരു 80ൻ്റെ 2 MCCB ഒരു 63 MCCB വെച്ചിട്ട് ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത് കേബിൾ കൊടുത്തിട്ടുണ്ട്. കേബിൾ വഴി ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അതിൽ വേറെ കുഴപ്പങ്ങളൊന്നും. മീറ്റർ കണക്ഷൻ നമുക്ക് KCBയുടെ മീറ്റർ കണക്ഷൻ വയർ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ടുണ്ട്. മീറ്റർ കണക്ഷൻ കൊടുക്കാം. ഫ്യൂസും ഉണ്ട്. ഇനി അപ്പോൾ അതിൻ്റെ ഔട്ട് സൈഡ് വ്യൂ വരുന്നത് ഇതാണ്. MCCB മീറ്ററിനുള്ള പാനൽ.